ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വി ക്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൂക്കൂടയാണ്. പഴയ കാലത്ത് ഓണാഘോഷങ്ങൾക്ക് പൂ പറിക്കാൻ തൊടിയിലും പറമ്പിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന പൂക്കൂട. ഇന്ന് നമുക്ക് പൂക്കളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പൂക്കൂട എന്തെന്ന് ആർക്കും അറിയില്ല, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അന്നത്തെ കാലത്ത് പൂവേ പൊലി എന്നൊക്കെ പാടിക്കൊണ്ട് നമ്മളൊക്കെ തൊടിയിലൊക്കെ പോയിരുന്നത്, പൂ പറിക്കാൻ പോയിരുന്നത് പൂക്കൂട ഉപയോഗിച്ചാണ്. ഈ പൂക്കൂടയിൽ നിറയെ പൂവായിട്ടാണ് അന്ന് തിരിച്ചു വരിക എല്ലാ കുട്ടികളും. അപ്പോൾ ആ പൂക്കൂട എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. നമ്മളിവിടെ തെങ്ങോല 10 പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരേ നീളത്തിൽ ഒരേ വീതിയിലുള്ള 10 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 5 പീസ് ഇതുപോലെ നമ്മൾ ഒരേ ഭാഗത്തേക്ക് എടുത്ത് വയ്ക്കുക. 5 പീസ് ഇതേപോലെ വയ്ക്കുക. ഇതെല്ലാം ഒരുപോലെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഓല എടുത്തിട്ട് നമ്മളിതുപോലെ മെടയുന്ന പോലെ ഒന്നൊന്നോട് ചേർത്തിട്ട് ഇങ്ങനെ മുടയുന്ന പോലെ മടഞ്ഞെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ രണ്ടറ്റവും ഒരേപോലെ വെക്കണം. ഇതുപോലെ 5 പീസ് ചെയ്തെടുക്കുക. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ 5 പീസും ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ 4 മൂലയും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ സേഫ്റ്റി പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് അത് നമ്മൾ 4 സൈഡും ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. അത് നല്ല പോലെ ടൈറ്റായിട്ട് വെക്കുക. 4 സൈഡും കൂടെ പിൻ ചെയ്തിട്ട് ഇതിന് ശേഷം ഈ ഒരു പീസ്, അതായത് ഒരു സൈഡിൽ നിന്ന് 4ാമത്തെ പീസ്, 1 2 3 4ാമത്തെ പീസ് എടുത്തിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കുക. അതായത് അടിയിലുള്ള ഓല പുറത്തേക്ക് വരുന്ന രീതിയിൽ എടുത്തിട്ട് മെടഞ്ഞെടുക്കുക. ഇതേ സെയിം തന്നെ മറുഭാഗത്തു നിന്നൂടെ ചെയ്യാം. അതായത് ഈ ഒരു പീസ് ഇവിടുന്ന് ഇങ്ങോട്ട് 4ാമത്തെ പീസ് എടുത്തിട്ട് ഇതുപോലെ പൊക്കി വെച്ചിട്ട് അതിനടിയിലൂടെ മെടഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ഓല, നമ്മൾ പിൻ ചെയ്ത് വെച്ച ഓല എടുത്തിട്ട് അതും ഇതുപോലെ ചെയ്തിട്ട് ഇവിടേക്ക് പിടിക്കുക. ഇത് തന്നെ നമ്മൾ ഇത് നേരത്തെ ചെയ്ത ഭാഗത്തും ഇതേപോലെ ആവർത്തിക്കുക. നമ്മൾ പിൻ ചെയ്ത ഓല എടുത്തിട്ട് തിരിച്ചിട്ട് ഇതുപോലെ മെടഞ്ഞെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഓല എടുത്തിട്ട് മടക്കിയിട്ട് ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. അതായത് ഇതുപോലെ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഇത്രയും വർക്ക് അത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകാം. നമ്മളിപ്പോൾ ചെയ്ത വർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ മുൻപോട്ട് പിടിച്ചിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് 4ാമത്തെ ഓല എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് വീണ്ടും മെടഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കുക. നേരത്തെ ചെയ്ത അതേ പ്രവൃത്തി തന്നെ നമ്മൾ ഈ 2 സൈഡിലും ചെയ്യുക. ഇത് തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്നും ഇതുപോലെ ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ തൊട്ടടുത്ത ഓല, നമുക്ക് മെടയാനുള്ള തൊട്ടടുത്ത ഓല ഇങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അവിടെ, അതെടുത്തിട്ട് തുടർന്ന് ഇതുപോലെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഓരോ ഓലയും ക്രോസായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ ഇപ്പോൾ തന്നെ, അതെടുത്തിട്ട് എല്ലാ ഓലയും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന രീതിയിൽ തന്നെ അങ്ങ് മെടഞ്ഞിട്ട് എടുക്കുക. എല്ലാ സൈഡിലും ഇതുപോലെ ഓലകൾ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ മെടഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ കിട്ടും അതുപോലെ. അത് അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ട്
ചെയ്യുക. അതുപോലെ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ നമ്മൾ അത്രയും സമയം നമ്മൾ ചെയ്ത വർക്കൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇങ്ങനെ ഓരോ സൈഡ് നോക്കിയിട്ട് അവിടെയുള്ള ഏതൊക്കെ ഓലകളാണോ ഉള്ളത് അതെല്ലാം എടുത്തിട്ട് ഇതുപോലെ മെടഞ്ഞെടുക്കുക. നമ്മളിങ്ങനെ എല്ലാ ഓലകളും മെടഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം പൂക്കൂടയുടെ, അതായത് പൂക്കുട്ടയുടെ ഒരു രൂപത്തിലേക്ക് എത്തിക്കാണും. അത് നമ്മൾ വീണ്ടും മാക്സിമം എത്രത്തോളം നമുക്കിങ്ങനെ ചെയ്ത് ഹൈറ്റ് കൂട്ടിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളിത് ചെയ്തെടുക്കുക. ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത്. നമ്മൾ ചെയ്ത വർക്കെല്ലാം മിസ്സായി പോകും പിൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഇത്രയും ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാൻ. ഇത് അവിടെ എല്ലാം ഓല റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിത് ഇനി ഇങ്ങനെ എടുത്ത് മെടയേണ്ട പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ഓലയും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ശരിക്കെടുത്ത് മെടഞ്ഞെടുത്താൽ മാത്രം മതി. എല്ലാ ഓലയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ വഴിയിലൂടെ തന്നെ അങ്ങ് വിട്ടാൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കാൻ, ഓല തന്നെ മടക്കിയിട്ട് പിൻ ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത്. കാരണം നമ്മൾ അത്രയും ചെയ്തതെല്ലാം മിസ്സായി പോകും. നമ്മൾ മെടയാൻ വേണ്ടി എടുക്കുന്ന ഓല ഒരിക്കലും മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. അതിൻ്റെ നേരെ തന്നെ ഉണ്ടാകും എല്ലാ ഓലകളും. എന്നാലും നമ്മളത് ശ്രദ്ധിച്ച് വളരെ ടൈറ്റായിട്ട് ചെയ്യണം. ഇത് മെടഞ്ഞെടുക്കുമ്പോൾ നല്ല പോലെ ടൈറ്റായിരിക്കണം. ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലാസ്റ്റിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഫസ്റ്റ് മുതലേ നമ്മളിത് നല്ല പോലെ ടൈറ്റായിട്ട് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ പൂക്കുട്ടയുടെ ഏകദേശം ഒരു ഹൈറ്റായിട്ട് വന്നിട്ടുണ്ട്. പൂക്കുട്ട നമ്മുടെ ഏകദേശം ഹൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ഓലയും ഓരോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നല്ലേ ഇപ്പോൾ നമ്മൾ ഓലകൾ എടുത്തിരിക്കുന്നത്. ഓരോ ഓല അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത ഓല ഉണ്ടാവും. ഇനി നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഇതിൻ്റെ ബോർഡർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഓല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓല വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ച് മടക്കിയിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഈ ഓലയും അതുപോലെ തന്നെ തിരിച്ചെടുക്കുക. ഈ വിധത്തിൽ നമ്മൾ മൊത്തം എല്ലാ ഓലകളും അതുപോലെ ചെയ്തെടുക്കുക. എല്ലാ 2 വീതം വരുന്ന പേർ ഓലകളും അതുപോലെ ചെയ്തെടുക്കുക. ഇത് ചെയ്യുന്നത് ഒരേ ഹൈറ്റിലായിരിക്കണം. എല്ലാ ഓലയും നമ്മൾ ഇങ്ങനെ ബോർഡർ ആക്കിയിട്ട് മടക്കിയിട്ട് ചെയ്യുന്നത് ഒരേ ഹൈറ്റിലായിരിക്കണം.
നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഓല ബോർഡറായിട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഇതുപോലെ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൂക്കൂട കയ്യിൽ കിട്ടും. ഓക്കെ, നമ്മുടെ പൂക്കൂട റെഡിയായി. ഇനി നമുക്കിതിന് ചെറിയൊരു കയറിടണം. ഇത് പണ്ടൊക്കെ പൂക്കൂട കഴുത്തിലിട്ടിട്ടാണ് കുട്ടികളെല്ലാം പൂ പറിക്കാൻ പോയിരുന്നത്. നമ്മുടെ മാല പോലെ കഴുത്തിലിട്ടിട്ടാണ് പൂ പറിക്കാൻ പോകുക, അതായത് ഇതുപോലെ. എന്നിട്ട് ഇതിൽ നിറയെ പൂവായിട്ടാണ് അന്നൊക്കെ തിരിച്ചു വരാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പൂക്കൂട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.